ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? അപ്പം നമ്മുടെ വീട്ടിലുള്ള പൂച്ചക്കുട്ടികളെ പോലെ തന്നെ കുറേ വീടുകളിൽ പൂച്ചക്കുട്ടികളുണ്ട്, പപ്പിക്കുട്ടന്മാരുണ്ട്. അപ്പോൾ എല്ലാവരും അവരുടെ അനുഭവങ്ങളും വിഷമങ്ങളും അതേപോലെ തന്നെ അവരുടെ കുറുമ്പും കുസൃതിയും ഒക്കെ ഇങ്ങനെ കമൻറ്റിലൂടെ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ കാണുന്ന എല്ലാവരും മറുപടിയും കൊടുക്കാറുണ്ട്. ചില മെസ്സേജുകളൊക്കെ ചിലപ്പോൾ നമ്മൾ ഹൈഡായി പോകും കേട്ടോ. അത് കാരണം കൊണ്ടായിരിക്കാം ചില മെസ്സേജിനൊക്കെ മറുപടി കിട്ടാത്തത്. അല്ലാതെ ഞാൻ കാണുന്ന എല്ലാവരും മറുപടി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ ഫുഡ് കഴിക്കേണ്ട സമയമാണ് കേട്ടോ. അപ്പോൾ അത് ഈ മീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുലിമുരുകൻ എന്നാണ് കേട്ടോ ബാബേട്ടൻ അതിൻ്റെ പേര് പറഞ്ഞത്. എന്ത് മീനാണെന്ന് ചോദിച്ചപ്പോൾ പുലിമുരുകൻ എന്ന് പറഞ്ഞു. എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ ഒരു മീനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ കളിയാക്കി പറഞ്ഞതാണോ എന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അത് ആ മീനാണ് കേട്ടോ വേവിക്കണത്. അപ്പോൾ പൂച്ചക്കുട്ടികൾക്ക് ഈ മീൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെട്ടി ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ യഥേഷ്ടം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെയാണ് കേട്ടോ ഞാനിത് ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചത്. ബാക്കി ഇത് അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ അവർ കഴിക്കും കേട്ടോ. അപ്പോൾ അത് ചോറൊക്കെ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മീനൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ചോറൊക്കെ നന്നായിട്ട് കുഴച്ചിട്ട് വേണം കേട്ടോ അവർക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ദഹന പ്രശ്നം വരും. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇങ്ങനെ നന്നായിട്ട് വെട്ടി ക്ലീൻ ചെയ്ത് അതിൻ്റെ വേസ്റ്റും കുടലും തലയൊക്കെ കളയും കേട്ടോ. കാരണം അതൊന്നും ഇട്ടിട്ട് വേവിക്കണം എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ അതൊക്കെ കളഞ്ഞ്, നമ്മൾ പിന്നെ ചോറായിട്ട് ഇങ്ങനെ കുഴച്ചു കൊടുക്കുമല്ലോ, അപ്പോൾ പിന്നെ ഇങ്ങനെ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ വെട്ടി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇന്ന് നല്ല അടിപൊളി മീനാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി കഴിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ 2 വികൃതികളെ ഞാൻ പിടിച്ച് പുറത്തേക്കിട്ട് അവർക്ക് വേറെ ചോറ് വെച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബൊമ്മിക്കുട്ടിക്കും ചമ്പിക്കുട്ടിക്കും കുറിഞ്ഞിക്കും ഒന്നും ഫുഡ് കിട്ടില്ല കേട്ടോ. അവരെല്ലായിടത്തും കഴിക്കും. പ്രത്യേകിച്ച് നമ്മുടെ പീക്കിരിക്കുട്ടൻ കഴിക്കണതൊക്കെ ദേഹത്ത് കാണാണ്ട് കേട്ടോ. ബബിൾക്കുട്ടൻ കഴിക്കണമൊന്നും ദേഹത്ത് കാണാനില്ല. പിന്നെ കുറേ പേര് കുറേ ഫീലിങ്സ് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. കുറേ വിഷമങ്ങൾ, പൂച്ചക്കുട്ടികൾ മിസ്സായി, മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കതൊക്കെ നല്ലോണം മനസ്സിലാവും കേട്ടോ. ഞാൻ അതിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളാണ്. ഇനി ഒരു പക്ഷേ നാളെ എന്തൊക്കെ ഞാൻ ഇവരെ പറ്റി അനുഭവിക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ മനുഷ്യരായാലും നമ്മുടെ ആയുസ്സിന് യാതൊരു ഗ്യാരണ്ടി ഇല്ലല്ലോ. നാളെ എന്നൊക്കെ പറയുന്നത് ഒരു പ്രതീക്ഷ മാത്രമാണ്. നാളെ നമ്മൾ തന്നെ ഉണ്ടാവുമോയെന്ന് യാതൊരു ഉറപ്പുമില്ല അല്ലേ. അങ്ങനെ ഒരു ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് അതിനെ മനസ്സാ സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്ന് മാത്രമേ ഉള്ളൂ. വരണ പോലെ വരട്ടെ, നമുക്ക് ഫേസ് ചെയ്യാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ തവണ വിഷമിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ മനസ്സ് കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഒരു തൊട്ടാവാടിയായിരുന്നു. ഈ പൂച്ചക്കുട്ടികൾ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഇവരെന്നെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു കേട്ടോ. എന്നെ കൂടുതൽ ബോൾഡാക്കി. എന്ത് പ്രോബ്ലം വന്നാലും അത് തൻ്റെ ഇടത്തോടുകൂടി ഫേസ് ചെയ്യണം, സഹജീവികളെ സ്നേഹിക്കാനും എല്ലാം പഠിപ്പിച്ചത് ഇവരാണ് കേട്ടോ.